പിന്നീട് അടുത്ത രഹസ്യം നമ്മുടെ ഡോക്ടറായിട്ട് പൊട്ടിക്കുന്നത്, അത് നമ്മുടെ നന്ദിയോടും ഗൗതമിനോടും ആട്ടോ. അപ്പൊ അവരോട് പറയുന്നുണ്ട് പിങ്കി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്, പിങ്കിയുടെ സ്വന്തം കുഞ്ഞ്, പിങ്കിക്ക് ആ ഒരു കുഞ്ഞിനെ സ്വന്തമായിട്ട് വേണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. അങ്ങനെയാണ് ഇപ്പോൾ പിങ്കിയുടെ സംസാരവും പെരുമാറ്റവും ഒന്നൊക്കെ ഡോക്ടർ അവരോട് നമ്മുടെ നന്ദിയോടും ഗൗതമിനോടും പറയുന്നത് കേട്ടോ. അപ്പൊ നന്ദയ്ക്കും ഗൗതമിനും ആകപ്പാടെ പേടിയാകുന്നുണ്ട്. പിങ്കിയുടെ ലക്ഷ്യം എന്താണെന്ന് ഇവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ അതിനുശേഷം നമ്മുടെ നന്ദ നമ്മുടെ ഇന്ത്യവരത്തിൽ വരുമ്പോൾ നമ്മുടെ ഡോക്ടർ പറഞ്ഞേക്ക് സത്യമാണോ എന്ന് ഇങ്ങനെ അറിയാൻ വേണ്ടി നമ്മുടെ പിങ്കി ഇങ്ങനെ നോക്കുക കേട്ടോ. പിങ്കി കാണാതെ ഇങ്ങനെ പിങ്കിയെ നിരീക്ഷിക്കുക. അപ്പൊ ശരിയാണ് ഡോക്ടർ പറഞ്ഞത്, പിങ്കി ഇങ്ങനെ എന്താ പറയാ തോട്ടത്തിലും പൂന്തോട്ടത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ ആ ഒരു കുഞ്ഞിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹത്തിലും ആ ഒരു സ്വന്തം കുഞ്ഞിനോട് എന്ന പോലെ ആ ഒരു സ്നേഹത്തിലും സൗമ്യതയിലും ഒക്കെ സംസാരിക്കുന്ന രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് പിങ്കി നമ്മുടെ നന്ദയ്ക്ക് കാണുവാൻ സാധിച്ചത്. അപ്പോഴത്തേക്ക് നന്ദയ്ക്ക് ആകപ്പാട് പേടിയാകുന്നുണ്ട്, ദൈവമേ ഞങ്ങളുടെ കുഞ്ഞാണല്ലോ, അത് കൈവിട്ട് പോകുമല്ലോ, പിങ്കിയുടെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ മനസ്സിലാകാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയായിട്ട് നമുക്ക് ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ കൂട്ടുകാർ? ഇനി നമുക്ക് ആകപ്പാട് പ്രതീക്ഷ നമ്മുടെ അർജുൻ്റെ വരവ് മാത്രമാണ്. അർജുൻ്റെ വരവോടുകൂടി നമ്മുടെ പിങ്കി ഗൗതമിനെ വിട്ടിട്ട് പോകും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.